Dear students, welcome to Lab 42 Linear Programming Problem. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാക്സിമൈസ് ആൻഡ് മിനിമൈസ് z equal to 4x plus 3y കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൺസ്ട്രെയിൻസ് അതേപോലെ ടൈപ്പ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഡബിൾ ആൻഡ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അത് മാത്രമാണ് ഇവിടെ ഓർക്കാനുള്ളത്. ഓക്കെ, ആൻഡ് വെച്ച് ജോയിൻ ചെയ്ത് എല്ലാ കൺസ്ട്രെയിൻസും നമ്മൾ എഴുതുന്നുണ്ട് ഇതിൽ ഇൻപുട്ട് ബാറിൽ. എന്നിട്ടാകുമ്പോൾ നമുക്കിതാ ഫീസിബിൾ റീജിയൻ ഇവിടെ പ്ലോട്ടായി വന്നിട്ടുണ്ട്. ഈ ഫീസിബിൾ റീജിയൻ്റെ കോർണർ പോയിൻറ്റ്സ് ഇവിടെ എ എന്നാണല്ലോ ഫീസിബിൾ റീജിയൻ്റെ നെയിം. അപ്പോൾ കോർണർ ഓഫ് എ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കോർണർ പോയിൻറ്റ്സ്. അപ്പോൾ ഇവിടെ റിപ്പീറ്റഡ് വന്ന പോയിൻറ്റ്സൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി 3 പോയിൻറ്റ്സാണ് ഇവിടെ ഉള്ളത്. 3 പോയിൻറ്റ്സ് ഉണ്ട്. ഡി ബി ഇ ആണ് നമ്മളിവിടെ കോർണർ പോയിൻറ്റ്സ്. അത് റിപ്പീറ്റഡ് വന്നതാണ് ഓഫ് ചെയ്തത്. ഓക്കെ, നമ്മൾ കോർണർ പോയിൻറ്റ്സിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ കാണുകയാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഡി ബി ഇ അവിടെ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 4x plus 3y. അപ്പോൾ ഈ 3 പോയിൻറ്റ്സിൽ നമ്മൾ വാല്യൂ ഓഫ് z കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ 0 + 3 × 14 42 വരും. അടുത്ത ബി എന്നുള്ള പോയിൻറ്റിൽ x0 y7. അപ്പോൾ അവിടെ 21, സെൻ്റെ വാല്യൂ 21. അടുത്ത പോയിൻറ്റ് 7 0. അവിടെ 4 × 7 28. അപ്പോൾ നമുക്ക് 3 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാക്സിമം വാല്യൂ വരുന്നത് 42 ആണ്, മിനിമം വരുന്നത് 21. അപ്പോൾ ഇവിടെ ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് മാക്സിമം കിട്ടി, മിനിമവും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന LPPൻ്റെ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്കത് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ തന്നിരിക്കുന്ന 3 കൺസ്ട്രെയിൻസും ഡബിൾ ആൻഡ് വെച്ച് നമുക്ക് ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 2x - y greater than or equal to -5 double and 3x plus y greater than or equal to 3 and double and x greater than or equal to 0 double and y greater than or equal to 0. അപ്പോൾ നമ്മളെ ഫീസിബിൾ റീജിയൻ കൺസ്ട്രക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കിയാൽ അറിയാം നമുക്കിത് അൺബൗണ്ടഡ് ഫീസിബിൾ റീജിയൻ ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ കോർണർ പോയിൻറ്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിലാവശ്യമുള്ള കോർണർ പോയിൻറ്റ്സൊക്കെ ഓണാക്കി ബാക്കിയൊക്കെ ഓഫാക്കി വെക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ BDE അതൊക്കെയാണ് നമ്മുടെ കോർണർ പോയിൻറ്റ്സ്. അടുത്തതായിട്ട് ഒരു സ്ലൈഡർ C വിത്ത് മിനിമം 0 മാക്സിമം 100 ഇൻക്രിമെൻറ്റ് 0.1 ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ലൈഡർ എന്നുള്ള ഓപ്ഷനിൽ നെയിം C കൊടുക്കും. മിനിമം 0 മാക്സിമം 100 ഇൻക്രിമെൻറ്റ് 0.1. ഓക്കെ, അടുത്തതായിട്ട് നമ്മളോട് പറയുന്നുണ്ട് 4x plus 3y = C എന്നുള്ള ലൈൻ പ്ലോട്ട് ചെയ്യാൻ. അപ്പോൾ 4x plus 3y = C എന്ന് വെച്ചാൽ നമ്മുടെ സ്ലൈഡറിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് കേട്ടോ. ആ C ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കിയാൽ സ്ലൈഡർ നീക്കിയാൽ നമ്മളറിയാം എന്നുള്ള ഫീസിബിൾ റീജിയൻ എൻ്റർ ചെയ്യുന്നതിന് E എന്നുള്ള പോയിൻറ്റിലാണ്. അതിൻ്റെ താഴെയൊക്കെ വരുന്ന പോയിൻറ്റിൽ ഫീസിബിൾ റീജിയനിൽ എൻ്റർ ചെയ്യുന്നില്ല. ഇവിടെ അറ്റ്ലീസ്റ്റ് കോർണർ പോയിൻ്റായി ഇയിലേക്ക് എൻ്റർ ചെയ്യുന്ന വാല്യൂ തന്നെ 4 ആണ്. അപ്പോൾ നമ്മുടെ മിനിമം വാല്യൂ 4 ആയിട്ട് കിട്ടും. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈക്വൽ ടു C എന്നുള്ളതാണ് നമ്മൾ വരച്ചത്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മിനിമവും മാക്സിമവും നമ്മൾ കണ്ടുപിടിക്കും. ഇവിടെ നമുക്ക് മിനിമം ഫീസിബിൾ റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്ന വാല്യൂ എത്രയാണ്? 4. അതായത് E എന്നുള്ള പോയിൻറ്റിൽ, E എന്നുള്ള 10 എന്നുള്ള പോയിൻറ്റിൽ. ഓക്കെ, അവിടെയാണ് മിനിമം വാല്യൂ. മാക്സിമം വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നോ മാക്സിമം വാല്യൂ ആണ്, കാരണം മുകളിലോട്ട് ഇത് വരുന്നത് അൺബൗണ്ടഡ് റീജിയൻ ആണ്. 10 എന്നുള്ള കോർഡിനേറ്റിൽ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൊടുത്താൽ തന്നെ നമുക്കതിൻ്റെ വാല്യൂ കിട്ടും അല്ലേ. 4 × 1 4 + 0 4 ആണ് മിനിമം വാല്യൂ. മിനിമം അറ്റ് E = 104. ഇവിടെ നമുക്ക് മാക്സിമം നോ മാക്സിമം. ഈ എക്സ്പെരിമെൻറ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. താങ്ക് യു.